ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ലൊരു സൺഡേ ആയിരുന്നു കേട്ടോ. സൺഡേയിലെ വ്ളോഗാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പവും ഒരു കിഴങ്ങും ക്യാരറ്റൊക്കെ കൂടിയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ഒരു കറിയായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. അതേ നമ്മുടെ കണ്ണൻകുട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു സ്ഥലത്ത് പോവാണ് കേട്ടോ. എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണുമല്ലോ, തമ്പനയിൽ കാണുന്ന കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി കാണും അല്ലേ. അപ്പോൾ ഞങ്ങളിതേ പോകാനായിട്ട് റെഡിയായി. കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും റെഡിയായി കേട്ടോ. ഞങ്ങൾ ആദ്യം ചേർത്തല റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ പോകുന്നത്. ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ചേർത്തല റെയിൽവേ സ്റ്റേഷനാണിത്. അതിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളിതേ ട്രെയിനിൽ കയറാനായിട്ട് ടിക്കറ്റൊക്കെ എടുക്കുകയാണ് കേട്ടോ. 10:15 പാസഞ്ചറിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് കടന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കണ്ണൻകുട്ടന് പോളിയോ കൊടുക്കണമായിരുന്നു കേട്ടോ. നമുക്ക് മാർച്ച് 3-ാം തീയതി പോളിയോ ഉണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കണ്ണൻകുട്ടന് പോളിയോ കൊടുത്തു കേട്ടോ. പോളിയോ ഒക്കെ കൊടുത്തിട്ട് കയ്യിലൊരു മാർക്ക് ഒക്കെ ഇട്ടിട്ട് കണ്ണൻകുട്ടൻ പോളിയോ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ആൾ കുഴപ്പമില്ല കേട്ടോ. ആ മരുന്ന് കഴിക്കാനൊന്നും അങ്ങനെ മടി ഒന്നും അല്ലാത്ത ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ചില പിള്ളേരൊക്കെ കരയും. അതിനുശേഷം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ ലാലാപാടി ഇരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും മാസ്ക് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചൂടല്ലേ, അതുകൊണ്ട് പൊന്നുകുട്ടിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലോട്ട് കയറാൻ പോവാണ്. ട്രെയിനൊക്കെ വിട്ടു. അപ്പോൾ പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും വിൻഡോ സൈഡിലിരിക്കണം. അപ്പോൾ അവിടെ ഇരുന്നൊരു ചേട്ടൻ പറഞ്ഞ് കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും ആ സൈഡിൽ ഇരുന്നോളാൻ പറഞ്ഞു. എനിക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ വിൻഡോ സൈഡിൽ. ഞാനും കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും ട്രെയിനിൽ പഴനിക്ക് പോയതിന് ശേഷം ഇന്നാണ് കേട്ടോ ട്രെയിനിൽ കയറുന്ന. സൺഡേയിൽ നമ്മുടെ രാജേഷനും പിന്നെ ഡെയിലി ട്രെയിനാണ്. അണ്ണൻ്റെ ഒരു ജോലിക്ക് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ അണ്ണൻ ഇത് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് അണ്ണന് ട്രെയിനിൽ പോകുന്നതൊന്നും അത്ര താല്പര്യമുള്ള കാര്യമില്ല, ബോറടിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും കുഞ്ഞുങ്ങൾക്കും ട്രെയിനിലൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം നല്ല ചൂടായതുകൊണ്ട് ഞങ്ങളൊരു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു കേട്ടോ. ഒരെണ്ണം വാങ്ങിച്ചാൽ മതി കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ, എനിക്കും കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും കൂടെ അത് ഒരെണ്ണം മതിയായിരിക്കും. കാരണം ഞങ്ങൾ 3 പേരും അത് ഷെയർ ചെയ്ത് കുടിക്കത്തുള്ളൂ. ആർക്കും ഒരുപാട് വേണ്ട. ഓൾറെഡി നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട്. പിന്നെ ഒന്ന് കൂളിങ്ങിന് വേണ്ടി ജസ്റ്റ് ഒരു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു. രാഷനൊരു കടിഞ്ചായയാണ് കേട്ടോ കുടിച്ചത്. അതിന് ശേഷം ഞങ്ങളിത് മെട്രോയിലോട്ട് കയറാൻ പോവാണ് കേട്ടോ, മെട്രോ ട്രെയിനിൽ. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ ഒന്ന് ലുലു മാൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എറണാകുളത്ത് വന്ന് പോകാറുണ്ട് കേട്ടോ. 1 ഡേ ട്രിപ്പ് പോലെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റാണ് ഞാനിങ്ങനെ എറണാകുളത്ത് പോകുന്ന ഒരു ട്രാവൽ വ്ലോഗ് ഇടുന്നത്. നമ്മൾ ചേർത്തലയിൽ താമസിക്കുമ്പോൾ എറണാകുളം ശരിക്കും പറഞ്ഞാൽ ചേർത്തലക്കാർക്ക് എറണാകുളത്ത് പോകാൻ ഭയങ്കര ഒരു ആഗ്രഹം. പക്ഷേ എറണാകുളത്ത് താമസിക്കുന്നവർക്ക് എറണാകുളം അത്ര വലിയൊരു സംഭവമായിരിക്കത്തില്ല. നമ്മൾ ചേർത്തല ആലപ്പുഴയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ എറണാകുളത്ത് പോകുക എന്ന് പറയുന്നതൊരു വലിയൊരു സന്തോഷകരമായൊരു കാര്യമാണ്. അതുപോലെ തന്നെ എനിക്കും കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ എറണാകുളം. അപ്പോൾ ആദ്യം തന്നെ മെട്രോയിൽ കയറുകയാണ്. മെട്രോയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ മെട്രോ തുടങ്ങിയ ആ സമയത്ത് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയായിരുന്നു കേട്ടോ. ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഒരു പ്രത്യേക ഒരു സുഖമായിരുന്നു കേട്ടോ ആദ്യമായിട്ട് അതിനകത്ത് കയറിയപ്പോൾ. ഇപ്പോൾ വലിയ അതൊന്നുമില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ കയറി അത്ര വലിയൊരു സുഖം തോന്നില്ല. കാരണം സീറ്റ് കിട്ടാനൊക്കെ വലിയ പാടാണ്. നല്ല തിരക്കാണ് കേട്ടോ. എറണാകുളത്ത് ഭൂരിഭാഗം ആളുകളും ഇപ്പം ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യുന്നൊരു സാധനം മെട്രോ ആയതുകൊണ്ട് വളരെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ ഇരുന്നു. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. ചൂടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ പെട്ട് പോകുമായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ മെട്രോയിൽ ഞങ്ങൾ ലുലു മാൾ എടപ്പള്ളി അവിടെയാണ് കേട്ടോ ആദ്യം ഞങ്ങൾ ചെന്ന് നിന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ലുലു മാൾ കാണാൻ കേട്ടോ. ലുലു മാൾ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിനകത്തൊരു പ്രത്യേക അല്ലേ. അവിടെ താമസിക്കുന്ന വ്യക്തികൾക്ക് അവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറുക, സാധനങ്ങൾ മേടിക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളെപ്പോലെ ആലപ്പുഴ ചേർത്തല അങ്ങനെ ദൂരമുള്ളവർക്കൊക്കെ ലുലു മാൾ എന്നൊക്കെ കേൾക്കുമ്പോൾ വേറൊരു രീതിയാണോ ഒന്ന് ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, നമുക്കൊരു
ഫണ്ണ് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലം, നല്ല വെട്ടമൊക്കെ ഉള്ള നല്ലൊരു പ്രത്യേക വൈബാണല്ലേ നമ്മുടെ ലുലു മാളിൽ കൂടി നടക്കുക. നമ്മുടെ സൂപ്പർ ശരണ്യ എന്ന് പറയുന്ന സിനിമയിൽ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരിങ്ങനെ നടക്കുന്ന പോലെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. വലിയ ഷോപ്പിങ്ങും കാര്യങ്ങൾക്കൊന്നും അല്ല, ജസ്റ്റ് ഞങ്ങളൊന്ന് അവിടെയൊക്കെ ഒന്ന് കണ്ട് നടക്കുകയും കാര്യങ്ങളൊക്കെയാണ്. സമ്മർ ഫെസ്റ്റ് എന്നും പറഞ്ഞൊരു പ്രോഗ്രാം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഡെക്കറേഷൻസും പൂക്കൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. സമ്മർ ഫെസ്റ്റ് എന്നും പറഞ്ഞാൽ പ്രത്യേക ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കുഞ്ഞുങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ഓടി നടക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. ഒരു പ്രത്യേക ഒരു വൈബാണല്ലേ നമ്മുടെ ലുലു മാൾ നമുക്ക് കാണുമ്പോൾ തന്നെ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ ലുലു മാർക്കറ്റിലോട്ട്, സൂപ്പർ മാർക്കറ്റിലോട്ട് കയറുകയാണ് കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറുകയാണ് ലുലുവിൻ്റെ. അപ്പോൾ അവിടെ കയറുമ്പോൾ ഞങ്ങൾ മെയിൻ ഉദ്ദേശം സൂപ്പർ മാർക്കറ്റിൽ കയറുക, കുറച്ച് ഫുഡൊക്കെ വാങ്ങിക്കാനായിട്ടാണ് കേട്ടോ ഞങ്ങളവിടെ കയറുന്നത്. അപ്പോൾ ഇവിടെ കുറേ മീനുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡായിട്ട് മെയിനായിട്ട് കട്ട് ഫ്രൂട്ട്സാണ് കേട്ടോ എടുക്കുന്നത്. എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ഞങ്ങൾ മെയിനായിട്ട് എടുക്കുന്നൊരു ഐറ്റമാണ് കേട്ടോ കട്ട് ഫ്രൂട്ട്. എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. എനിക്ക് നാഷണൽ ഫ്രൂട്ട്സ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് വാട്ടർ മെലണും കുറച്ച് പൈനാപ്പിൾ, പിന്നെ ഷമാമ്, മുന്തിരിങ്ങ, ആപ്പിൾ, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഇതുപോലൊരു ബാസ്ക്കറ്റ് അവിടെ വെച്ചേക്കും. നമുക്കത് എടുത്തിട്ട് തൂക്കി നമുക്കവർ അതിനുള്ള റേറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ, ബില്ല് ചെയ്ത് തരും. അപ്പോൾ അതൊക്കെ കുറച്ച് ഇങ്ങനെ എടുത്തു. പേരയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം ഇതുപോലെ പാക്ക് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കവരത് ബില്ല് ചെയ്ത് തരും കേട്ടോ, കറക്റ്റ് നമുക്കത് ബില്ല് ചെയ്ത് തരും. നല്ലൊരു സംഭവമാണ്. നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ടൊരു പ്രത്യേകത. പിന്നെ നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത, ഇതുപോലെ ജ്യൂസുകൾ ലൈവായിട്ട് നമുക്ക് എടുത്തു തരും കേട്ടോ. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ഒരു ജ്യൂസ് എടുത്തു കേട്ടോ. ബനാന മിൽക്ക് ഷേക്കാണ് കേട്ടോ എടുത്തത്. അതിന് ശേഷം നമ്മുടെ ഡോണറ്റ്, ഒരു 4 ഡോണറ്റ് ഇത്ര രൂപ, 8 ഡോണറ്റ് ഇത്ര രൂപ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 ഡോണറ്റ് ഉള്ളത് എടുത്തു കേട്ടോ. ഇവിടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ഡോണറ്റ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. അതിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം പായസം. കുറേ ദിവസമായിട്ട് മനസ്സിൽ കൂടി ഇങ്ങനെ ഓടി നടക്കുകയാണ് കേട്ടോ. പായസം കുച്ചണം. ഞാൻ ഇവിടെ അണ്ണനോട് എപ്പോഴും പറയും, അല്ല എനിക്ക് പായസം കുച്ചാൻ തോന്നുന്നതാണ്. കുച്ചാനല്ല, കുടിക്കാൻ. അപ്പോൾ പായസം കുടിക്കാനായിട്ട് അടപ്രഥമൻ വാങ്ങിച്ചു കേട്ടോ. ഇവിടെ കണ്ണൻകുട്ടവും കുച്ചണമെന്ന് പറയും കേട്ടോ, എപ്പോഴും പായസം കുച്ചണമെന്ന് പറയും. അതുപോലെ ഞാനൊന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് അടപ്രഥമൻ വാങ്ങിച്ചു കേട്ടോ. എനിക്കും കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും മധുരം ഒരുപാട് ഇഷ്ടമാണ്. പൊന്നുകുട്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല മധുരം, എനിക്കും കണ്ണൻകുട്ടനും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ മധുരം. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിതേ ബില്ല് കുറച്ച് സാധനങ്ങൾ കൂടെയൊക്കെ പർച്ചേസ് കേട്ടോ. ചിക്കൻ, KFC ചിക്കനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം. അപ്പോൾ അത് ബില്ല് ചെയ്യാനായിട്ട് നിന്നപ്പോൾ ഞങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടി കേട്ടോ. കാരണം ഞങ്ങളുടെ മുമ്പിൽ നിന്നവർ ബില്ല് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം നമ്മുടെ ബില്ലിങ്ങിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് ബ്ലോക്കായിപ്പോയി, എന്തോ എറർ സംഭവിച്ചു. പിന്നെ കുറേ നേരം ഞങ്ങൾക്ക് അവിടെ പോസ്റ്റ് ആവേണ്ടി വന്നു. പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലോട്ട് പോയി. അപ്പോഴത്തേക്ക് ഏകദേശം സമയം 3 മണിയൊക്കെ ആയത്. നമ്മുടെ പായസം കണ്ടിട്ട് തന്നെ ഇപ്പോഴും കാണുമ്പോഴും നമുക്ക് കൊത്തി വരുവാല്ലേ. ഒരുപാട് ഇഷ്ടമാട്ടോ എനിക്ക് പായസം. പലതരത്തിലുള്ള പായസങ്ങളൊക്കെ കുടിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ KFC ചിക്കൻ, പിന്നെ കുബൂസാണ് കേട്ടോ വാങ്ങിച്ചത്. എന്തോ ഒരു പ്രത്യേകതയുള്ള കുബൂസാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന വൈറ്റ് കുബൂസാണ്, ഇത് വേറൊരു കുബൂസാണ് കേട്ടോ. അങ്ങനെ കുബൂസും ഫ്രൂട്ട്സും ചിക്കനും ഒക്കെ കൂടി ഞങ്ങൾ കഴിക്കുകയാണ്. പായസം, പിന്നെ മിൽക്ക് വിത്ത് ബനാന ഷേക്ക്, ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക്. മിക്കവാറും ഞങ്ങൾ എറണാകുളത്ത് പോകുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉച്ചയ്ക്ക് കഴിക്കും കേട്ടോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇനി ഇതൊന്ന് മാറ്റി പിടിക്കണം. ഇപ്പോൾ എപ്പോൾ പോയാലും നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഇതുപോലുള്ള എന്തെങ്കിലും വാങ്ങിച്ച് മേളിൽ പോയിരുന്ന് കഴിക്കുക, ആ ഒരു പതിവാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇതിങ്ങനെ കഴിക്കേണ്ട, ഇനി വേറൊരു രീതിയിൽ കഴിക്കണമെന്നൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് കേട്ടോ അവിടെ ഇരുന്ന്. അങ്ങനെ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ അവിടെ വിടാമെന്ന് തീരുമാനിച്ചു കേട്ടോ. കാരണം ഒരുപാട് സമയം, ഏകദേശം സമയം 4 മണിയെങ്കിലും ആയി കാണും കേട്ടോ. ഞങ്ങൾക്ക് ഒരു സ്ഥലത്തൂടി കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയിട്ട് വേണം വീട്ടിലോട്ട് തിരിച്ചു പോകാനായിട്ട്.
അവിടെ നമ്മൾ ബില്ലിംഗ് സെക്ഷനിൽ കുറച്ച് സമയം എടുത്തു പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ ലേറ്റായി പോയത്. അങ്ങനെ നമ്മളിതേ ലുലു മാളിൽ നിന്നൊക്കെ ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞു, ഇനി വേറൊരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ചിങ്ങ് നടന്നപ്പോഴത്തേക്കും സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ, പ്രൈവറ്റ് സ്റ്റാൻഡ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. പ്രൈവറ്റ് ബസ്സിൻ്റെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, പ്രൈവറ്റ് സ്റ്റാൻഡ് അല്ല, ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മളിത് ബസ്സിലൊക്കെ കയറി. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു പ്രൈവറ്റ് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. കുറേ നാളായി എപ്പോഴും 2 വീലറിൽ എവിടെയും പോകുന്നത്. അപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് മറൈൻ ഡ്രൈവിലോട്ടാണ് കേട്ടോ. നമ്മുടെ ലുലു മാളിൽ നിന്ന് മറൈൻ ഡ്രൈവിലോട്ട് അത്യാവശ്യം നല്ല ലോങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അതിനുശേഷം ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ സൂപ്പർ ശരണി ഓർമ്മ വന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ. ഈ കഴിഞ്ഞ ദിവസവും കണ്ട സിനിമയാണ്. ഈ സ്ഥലത്ത് വെച്ചാണ് അവരൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം പരിചയപ്പെടുന്നത്. അതിൻ്റെ നായകനും നായികയും പരിചയപ്പെടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. അത് ഞാനിപ്പോൾ പൊന്നുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പൊന്നുകുട്ടി ഈ സ്ഥലം ഓർമ്മയുണ്ടോ എന്ന്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ആ ഒരു സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് കൊച്ചി വാട്ടർ മെട്രോയുടെ അവിടെയാണ് കേട്ടോ, ഹൈക്കോടതിയുടെ അവിടെയുള്ള കൊച്ചി വാട്ടർ മെട്രോ. സത്യം ഞങ്ങൾക്ക് അവിടെ കയറണമെന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ആ സമയത്ത് ആ ഒരു ടൈം ഒരു സുഖമില്ലായിരുന്നു. ഞങ്ങൾ വന്ന സമയം ഇച്ചിരി ലേറ്റായി, അതൊക്കെ കൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ അകത്തൊക്കെ കയറി നോക്കി കേട്ടോ, കയറാം എന്ന് വിചാരിച്ചൊക്കെ. പക്ഷേ 1 അവർ എടുക്കും ബോട്ടിൽ പോയി തിരിച്ചു വന്ന്. ആദ്യമായിട്ടല്ലേ നമ്മൾ കൊച്ചി മെട്രോ ട്രെയിനിൽ കയറി. അപ്പോൾ വാട്ടർ മെട്രോയിൽ ഇതുവരെ കയറിയിട്ടില്ല, ഇവിടെ വന്നിട്ട് ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് കേട്ടോ, 2 or 3 ബോട്ട് അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ കയറിയില്ല, സമയം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഏകദേശം സമയം 4 മണി 5 മണിയൊക്കെ ആയി. നമുക്ക് വൈകിട്ടത്തെ ട്രെയിൻ നമ്മുടെ വീടെത്തണ്ടേ, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നങ്ങും കയറിയില്ല. ഇനി ഒരു ദിവസം വരുമ്പോഴത്തേക്കും നമുക്ക് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ മറൈൻ ഡ്രൈവിൽ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത്, എൻ്റെയും ഡാഷിൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ആദ്യം വന്ന സ്ഥലമാണ് കേട്ടോ മറൈൻ ഡ്രൈവ്. അതുകൊണ്ട് ഇതിനോടൊരു പ്രത്യേകതയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ എറണാകുളമൊക്കെ ഒന്ന് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തോ ഒരു പ്രത്യേകതയാണ് എനിക്ക് ഈ നമ്മുടെ മറൈൻ ഡ്രൈവൊക്കെ കാണുമ്പോൾ. സുഭാഷ് പാർക്ക്, ഇതിന് ശേഷം ഞങ്ങൾ സുഭാഷ് പാർക്കിലും പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയാണല്ലേ. വെയിലുണ്ടായിരുന്നു അവിടെ ചെറുതാ, ഒരു 4 മണി 5 മണി സമയത്ത് ആ വെയിലിങ്ങനെ അടിക്കുന്നതുകൊണ്ട് അത്ര ഒരു ഇത് തോന്നിയില്ല. അവിടെ ചൂടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഓടി നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ല രസമല്ലേ, അവർക്ക് ഓടി നടക്കാനൊക്കെ നല്ല സൗകര്യമുള്ളൊരു സ്ഥലവും കൂടെ ആയതുകൊണ്ട്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് സുഭാഷ് പാർക്കിലോട്ട് പോവുകയാണ് കേട്ടോ. മറൈൻ ഡ്രൈവിൽ നിന്ന് സുഭാഷ് പാർക്കിലോട്ട് ഇച്ചിരി ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ കണ്ണൻകുട്ടൻ പറയുകയാണ് ഇന്ന് എന്തൊക്കെ വണ്ടിയിൽ നമ്മൾ കയറിയെന്ന് ചോദിച്ചപ്പോൾ അവനിങ്ങനെ ഓരോന്ന് പറയുകയാണ് കേട്ടോ. മെട്രോ ട്രെയിനിൽ കയറി, ഓട്ടോയിൽ കയറി, ബസ്സിൽ കയറി, ഇങ്ങനെ കുഞ്ഞുമക്കളിങ്ങനെ പറയുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. അങ്ങനെ നമ്മൾ സുഭാഷ് പാർക്കിലെത്തി. ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല ഗാർഡനാണ്. എനിക്ക് ഇതുപോലെ ഗാർഡനൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നല്ല മനോഹരമായ ഒരു ഈവനിങ്, നല്ല ഒരു വൈബാണ്, ഒരു പോസിറ്റീവ് വൈബാണല്ലേ നമ്മുടെ സുഭാഷ് പാർക്കൊക്കെ. നമ്മൾ എറണാകുളത്തൊക്കെ താമസിക്കുന്നതെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ പോയി ഇവിടെ വന്നിരിക്കുക എന്നൊരു പ്രത്യേകതരം ഒരു കാറ്റൊക്കെയാണ്, നല്ല തണുത്ത കാറ്റ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ നാൾ തൊട്ടേ ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ എറണാകുളം സുഭാഷ് പാർക്ക്, മറൈൻ ഡ്രൈവ്, ലുലു മാൾ. ഇവിടെയൊക്കെ നമ്മൾ എല്ലാ കൊല്ലവും ഒന്ന് ഇടയ്ക്കൊക്കെ പോകും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് പിന്നെ നമ്മുടെ കണ്ണൻകുട്ടൻ ഏരി വീരി ബഹളമാണ് അങ്ങോട്ട്. എന്താ അവർക്ക് കളിക്കണം, അവിടെ കുറേ പാർക്കുണ്ട് കേട്ടോ. ഇതുപോലെ ഊഞ്ഞാൽ, ഇതുപോലെ തെന്നി പോകുന്ന സംഭവമില്ല, അതൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് എന്തൊക്കെയോ കളിപ്പാട്ടങ്ങളുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് വിടാനായിട്ടൊരു പേടി. നിറച്ച് കുട്ടികളാണ് കേട്ടോ. നിറച്ച് കുട്ടികളങ്ങോട്ട് നിന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് മര്യാദയ്ക്ക് കളിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ കളിപ്പിച്ച് ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. ഇനി ഇവിടെയൊക്കെ ലൈറ്റ് വന്നു കഴിയുമ്പോൾ വേറൊരു രസമല്ലേ കാണാനായിട്ട്. കുറച്ച് ഇങ്ങനെ നടന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മൊത്തത്തിൽ ടയേർഡായി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഞാനൊന്ന് ക്ഷീണിച്ച് ഞാൻ അവിടെ സ്ഥലം പിടിച്ച് ഞാൻ അവിടെ അങ്ങ് ഇരുന്നു. അച്ഛനും മക്കളും കൂടെ പോയി കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനും മക്കളും കൂടെ അവിടെ കളിക്കുകയാണ്. നമ്മുടെ കണ്ണൻകുട്ടൻ വരുന്നുണ്ട് കേട്ടോ. കണ്ണൻകുട്ടന് ഒരുപാട് ഇഷ്ടമാട്ടോ ഈ സ്ലൈഡിൽ കയറാനായിട്ട്. കണ്ണൻകുട്ടൻ ഇങ്ങനെ പൊന്നുകുട്ടി ഭയങ്കരമായിട്ട് കെയർ ചെയ്തൊക്കെയാണ് കയറ്റുന്നത്. അങ്ങനെ അച്ഛൻ ക്യാച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. അങ്ങനെ ഞാനും അവിടെ ഇരുന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും മക്കളും കൂടി ഇങ്ങോട്ട് വന്നു. കണ്ണൻകുട്ടന് വേറെ സ്ഥലത്ത് പോകണം, വേറെ സ്ഥലം ഊഞ്ഞാലാടാനൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് എന്നെ ഇരുത്തത്തില്ല
ഒന്നുമില്ല, നല്ല ബഹളമാണ്. കുഞ്ഞുമക്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലേ, ഇതുപോലെ പാർക്കിലും ഒക്കെ. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ കേട്ടോ, രണ്ടുപേരും മാസ്ക് വെച്ച് തന്നെയാണ് കേട്ടോ നടന്നത്. നമുക്കൊരു പേടിയാണ് ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ പനി അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഒരു പേടിയായതുകൊണ്ട് എന്തായാലും രണ്ടുപേരും മാസ്കൊക്കെ വെച്ചാണ് നടന്നത്. കണ്ണൻകുട്ടന് ഊഞ്ഞാലാടാനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. മൊത്തത്തിൽ പേടിയുടെ ആളാണ്. എല്ലാ സംഭവം ആൾക്ക് പേടിയാണ്. പതുക്കെ ആട്ടവള്. കണ്ണൻകുട്ടനെക്കാട്ടിൽ കുഞ്ഞു ആവയാണ് കേട്ടോ. തൊട്ടപ്പുറത്തിരുന്ന് ആടുന്നത് അവൻ അത്യാവശ്യം നല്ല സ്പീഡിലാടുന്നു കേട്ടോ. കണ്ണൻകുട്ടൻ പതുക്കെ എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ കണ്ണൻകുട്ടൻ ഊഞ്ഞാലൊക്കെ ആടുകയാണ്. പൊന്നുകുട്ടി ഊഞ്ഞാലൊക്കെ ആടി കേട്ടോ. ഓരോരുത്തർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ, അടുത്ത ആൾ കയറാനായിട്ട്. നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ ആൾ കയറിയിരിക്കും. അങ്ങനെ രണ്ടുപേരും ഊഞ്ഞാലൊക്കെ ആടി ഹാപ്പി ആയി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ബഹളം. എന്താ, വേറെ സ്ഥലത്ത് പോകണം. നല്ലൊരു ഏരിയയിലല്ലേ ഈ ഒരു സംഭവം. അപ്പോൾ വേറെ സ്ഥലത്ത് പോകണം. അങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടെന്നൊരു ചാരുകസേരയൊക്കെ കിടക്കുന്നത് കേട്ടോ. അവിടെ വലിയൊരു ചാരുകസേര. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ അവിടെ ഒരു സീറ്റ് പിടിച്ച് പിന്നെ ഇരുന്ന് കേട്ടോ. എനിക്ക് വൈകിട്ടായപ്പോഴത്തേക്ക് നല്ല ക്ഷീണമായി. കുഞ്ഞുങ്ങൾ അവിടെ കളിച്ച് തകർത്ത് പൊന്നുകുട്ടി ഓട്ടവും ബഹളവും ആകെ ഇത്. അപ്പോൾ നല്ലൊരു സൺഡേ ഈവനിങ് ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കണം, കമൻറ്റും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോകുന്ന ഒരു കടയിൽ ചായ എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കയറി ചായയും കോഫിയൊക്കെ കുടിച്ചു. ഞാനും പൊന്നുകുട്ടിയും കോഫിയാണ് കേട്ടോ കുടിച്ചത്. പിന്നെ നമ്മുടെ പത്തിരി എന്ന് പറയുന്നൊരു സംഭവമാണ് കേട്ടോ, അതൊക്കെ കഴിച്ചു കേട്ടോ. കണ്ണൻകുട്ടനൊരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു, ചെറിയൊരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങളിത് ട്രെയിനിൽ കയറുകയാണ്. തിരിച്ച് 8:10 ട്രെയിനാണ് കേട്ടോ തിരിച്ച് വന്നത് ഞങ്ങൾ മെമോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിത് ട്രെയിനകത്തിരുന്നുള്ള ബഹളമായിരുന്നു. പിന്നെ ഇതിന് കുറക്കവും ഇല്ല, ക്ഷീണവും ഇല്ല, ഒന്നുമില്ല. ഈ കളി തന്നെ എന്തോ ഈ അഴിച്ചു വിട്ടതുപോലെ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കുറേ നേരം ട്രെയിനകത്തൊക്കെ ഇരുന്ന് കളിച്ചിട്ട് അപ്പുറത്തിപ്പുറത്ത് ഇരിക്കുന്നവരൊക്കെ നോട്ടമായിരുന്നു കണ്ണൻകുട്ടനെയും പൊന്നുകുട്ടിയും. അത്ര രസമായിരുന്നു കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം ഞങ്ങൾ നമ്മുടെ കോഫി ഹൗസിൽ വന്ന് ഒരു നെയ് റോസ്റ്റൊക്കെ കഴിച്ചു ഡിന്നറായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെയും പറയാണ്, നല്ലൊരു സൺഡേ ആയിരുന്നു. എല്ലാ ദിവസവും വീട്ടിലെ പാചകവും കാര്യങ്ങളും ഒക്കെ അല്ലേ കാണിക്കുന്നത്. ഒരു കുഞ്ഞ് ഔട്ടിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.